നമ്മുടെ പള്ളാത്തിക്കുട്ടന്മാരെ ഒരു സൈഡെല്ലാം മുരിഞ്ഞു. അപ്പം ഗായ്സ് ദേ നമ്മുടെ പിടയ്ക്കുന്ന നമ്മുടെ അപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ എളൂരുള്ള ഈ ഒരു സ്ഥലത്ത് എത്തുന്നത്. ഈ സ്ഥലം ഫുള്ളൊന്ന് കാണിച്ചു കൊടുത്ത് എന്ത് രസമാണ് സംഭവം. നമ്മൾ സ്പോട്ടൊന്ന് മാറ്റി എന്തൊരു വേറെ കിടന്നു. ഞാൻ ഇവിടെ കുറച്ച് മാനം തന്നെയുള്ള ചാട്ടം കാണണം. കുറച്ച് ഇരുന്നെടുക്കണം, കറക്റ്റ് കിട്ടണേ. അപ്പം നമ്മൾ കണ്ട അടുത്തൊരു ചെറിയ ഒരു ഇരയെ കൊടുത്തിട്ടുണ്ട്. പിടിക്കാൻ പോകുന്നതിന്റെ ആദരണീയ ഉദ്ദേശത്തിൽ അമ്മൂമ്മ. ഹായ് മച്ചന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം മച്ചന്മാരെ, നിങ്ങൾ വിചാരിക്കും എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിയുന്നത്. അതൊന്നുമില്ല. ഇവിടെ വണ്ടിക്കകത്ത് ഏതോ കൂട്ടുകാരൻ മറന്നു വെച്ചിട്ട് പോയ ഏതോ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് പിടിച്ച ഒരു ഗ്ലാസ്സാണ്. സംഭവം എന്തായാലും കൊള്ളാം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് പോയതാകുമ്പോൾ നല്ല രസമുണ്ട്. കണ്ണിങ്ങനെ ഇക്കളാവത്തില്ല ഈ വെട്ടടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ചൂണ്ടിടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ടാർഗറ്റ് കുറുമ്പാട്. ഇന്ന് ആ കുറുമ്പാടിനെ പിടിച്ച് നമ്മൾ വറുത്ത് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് വരുന്നത്. അതുപോലെ തന്നെ നാടിൻ്റെ സൗന്ദര്യവും വില്ലേജ് ലൈഫുമായിട്ടുള്ള ജീവിത രീതികളെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി മീൻ പിടിക്കാം. ഓക്കെ, മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ആദരണീയ ഉദ്ദേശത്തിൽ അമ്മൂമ്മ ഞങ്ങളുടെ മീൻ കൊണ്ടുവരുന്നത് കാത്ത് ഇവിടെ നോക്കി നിൽക്കുകയാണ്. അമ്മൂമ്മയ്ക്ക് എന്താണ് മീൻപിടുത്തത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയാനില്ലയോ? അയ്യോ, ഇതെന്തുവാ? വെള്ളം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ബായ്. നമ്മൾ ആദ്യം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അതാണ് ഞാൻ ഒന്നിനെ പിടിച്ചു, ഗിരീഷ് ഒന്നിനെ പിടിച്ചു. ഇവിടെ ശരിക്കും കുറുമ്പാടുള്ള സ്ഥലം കേട്ടോ. കുറുമ്പാട് തോനയും കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പൊരിച്ച് കട്ടൻ ചായ കൂട്ടി അടിക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പം ഞാൻ തൊന്നും കാണിച്ചു. ഗിരീഷ് ഒന്നും പിടിച്ചപ്പോൾ ഞാൻ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. 2 കുറുമ്പാടിനെയാണ് നമ്മൾ പിടിച്ചത്. ബാക്കിയുള്ളതാണ് നമുക്ക് പിടിക്കാം. വീഡിയോ എടുക്കാനായിട്ട് സച്ച് വരുമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ വന്നില്ല. കാരണം രണ്ടിനും കൂടെ മീൻ പിടിക്കുന്ന സമയത്ത് ഒരാൾ വീഡിയോ എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. എന്തായാലും ഞങ്ങൾ മീൻ പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് സച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയും എടുക്കാം. നമ്മളിപ്പോൾ അടുത്തൊരു കുറുമ്പാടിനെ ഞാൻ പിടിച്ചു. അതുപോലെ തന്നെ അതുകൊണ്ട് ഗിരീഷ് നല്ലൊരു മഞ്ഞ കുറുമ്പാടിനെ പിടിച്ചിട്ടുണ്ടോ. നല്ല അടിപൊളിയാണ്. മഞ്ഞ ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ച് നല്ലൊരു കുറുമ്പാടിനെ പിടിച്ചിട്ടുണ്ട്. രണ്ട് നമ്മൾ 2 കുറുമ്പാടുണ്ട്. അപ്പോൾ ഇവരെയും കൂടെ നമുക്ക് അതിനകത്ത് ഇടാം. അപ്പോൾ എത്ര കുറുമ്പാടാവും? 4 കുറുമ്പാടാവും. ഇതും കൂടെ അങ്ങോട്ട് എൻ്റെ കൂടെ ഇളക്കി കേട്ടോ. മഞ്ഞ കുറുമ്പാടുണ്ട്. രസം കൈവെള്ളം വെച്ച് കാണിച്ചെടുത്തേ. ആണ്ടേ ഉണ്ടോ, അടിപൊളി കുറുമ്പാട്. ഇവിടെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നല്ല അടിപൊളി ഒരു വെള്ളിപ്പരൽ. കുറുവാപ്പരലിനെയാണ് കിട്ടിയത്. നമുക്ക് നല്ല കൊത്തായിരുന്നു കേട്ടോ. കാശി വീണ് ചാടാൻ സാധ്യതയുണ്ട്. അപ്പം അതേ ഏരാൻ നമുക്ക് ഒന്നും കൂടാം. അപ്പോൾ നമ്മുടെ സച്ച് വന്നിട്ടുണ്ട്. ഇനി വീഡിയോസ് എല്ലാം പടാന്നുണ്ട്. ദൂരം നടന്നിട്ട് കാണിച്ചു കൊടുക്കും. ഒപ്പം വരാമെന്ന് പറഞ്ഞ് പോയാണെന്നറിയാം. ഇപ്പോഴാണ് വരുന്നത്. പങ്കിട്ട് നല്ല കൊത്തുണ്ടായിരുന്നു. ഹെര പോയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. അല്ലെങ്കിൽ അടുത്തുവാ ഹെര നമ്മളങ്ങോട്ട് പൊരുക്കുന്നു. വേണ്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. കുറുമ്പകളാണ് ശല്യം. അവന് ഭയങ്കര പ്രശ്നമാണ്. കണ്ടോ, ഈ അതൊരു കൊച്ചു കുറുമ്പാട്. നമുക്ക് ചെറിയ വരണം. കണ്ട കൊച്ചു കുറുമ്പാട് നല്ല രസമാണ്. ചിപ്സ് ഇരുന്ന് നമുക്ക് തിന്നാനെ വറുത്ത്. കണ്ട. അപ്പം നമ്മൾ കണ്ട അടുത്തൊരു ചെറിയ ഒരു ഇരയെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇടാൻ പോവാണ്. ഗിരീഷ് ഞാൻ ഇവിടെ ഇടുന്നത്. ഞാൻ തന്നെ ഇവിടെ ഇട്ടത്. എവിടെ നോക്കാം. ഇട്ടു. കൊത്ത് വന്നിട്ടുണ്ട്. കൊത്തടിച്ചിട്ടുണ്ട്. ഒറ്റ കൊത്തിയിട്ടുള്ളൂ. ഇത് വലിയ പോയി എനിക്കറിയില്ല. പിന്നെ കൊത്തോ കാര്യങ്ങളൊന്നുമില്ല. കടിച്ച് പിടിച്ചിട്ടുണ്ട്. വിരയ്ക്കാത്താൻ കടിച്ചിട്ടില്ല. ബുദ്ധിമാനാണ് ബുദ്ധിമാൻ. അല്ലെങ്കിൽ ഈ ഏതൊക്കെ മീനുകളുടെ ബുദ്ധിയുള്ളത്? കരിമീൻ കുറുമ്പാടുണ്ട്. ഇനി അടുത്തോടാ വിളിച്ചോ. ഇവിടെ അത് എടുത്തില്ല. കാത്തതേ ഇല്ല. എൻ്റെ കടിയുണ്ടോ വേറെ ഞാൻ കടിച്ചത്.
തിന്നു തൊണ്ടക്കകത്ത് പോട്ടെന്ന്. അത്ര സമയം കൊടുക്കാൻ പറ്റത്തില്ല. മരം അങ്ങനെ തൂക്കിക്കോണോ ഉമ്മാനെയൊക്കെ. അപ്പുറത്തും ഇപ്പുറത്തും പിടി. രണ്ടെണ്ണം പിടി. അത് വലിയ കുറുമ്പാട്, മഞ്ഞ കുറുമ്പാടുണ്ട്. അടുത്ത് പിടി, അടുത്ത് പിടി. ഇതേ കാണിച്ചു കണ്ട സെറ്റ് കുറുമ്പാട്. ഓക്കെ, ചിക്ക് ചിക്ക് കണ്ട അടിപൊളി ടേസ്റ്റ് ആണ് സാധനം. കിടന്ന് ചാടുന്നുണ്ട്. എന്നാ ഗിരീശണ്ണനെ മൊത്തമുണ്ടായിരുന്നു. വലിച്ചോണ്ട് ഒറ്റ മൂക്ക് കടിച്ച രീതി മാറിപ്പോയി. കണ്ട ഇര ഇങ്ങനെ അടിച്ചേക്കുന്നു. പിടിച്ച് പിടിച്ച് എടുത്തോ മഞ്ഞക്കുരുമാട്. ഓക്കെ, ഇതൊരു ആൺകുരുമാടാണ്. ആണുങ്ങൾക്കായിരിക്കും സൗന്ദര്യം കൂടുതൽ ഏത് ജീവികളിലും. കണ്ടില്ലേ, മനുഷ്യരിലായാലും പിന്നെ കുറുമ്പാടിലായാലും ലുക്കാണ് സാധനം കാണാൻ. ഇച്ചിരി ദൂരോട്ട് ഇടണ. കണ്ട സൂപ്പർ ഷാന. കണ്ട അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്താൻ സെറ്റപ്പ്. നമുക്കൊരു അക്വേറിയം മേടിച്ചിട്ടേ പുറത്തുനിന്നൊന്നും നമ്മൾ മീൻ പിടിക്കുന്നില്ല. നമ്മുടെ വയലിലെയും തോട്ടിലെയുള്ള സൗന്ദര്യമുള്ള മീനുകളെ നമുക്ക് പിടിച്ച് അക്വേറിയത്തിൽ ഇട്ടാലോ? എങ്ങനെയുണ്ട് പരിപാടി? അത് അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ആ ഇര അവൻ തുപ്പിയിട്ടില്ല. നമുക്ക് ആ ഇരയെ തന്നെ കൊരുത്തിട്ട് ലൈവാണ്. കണ്ട ആ ഇരയെ തന്നെ നമ്മൾ കൊരുക്കുവാണ്. ഇത് ആ ഇരയെ തന്നെ നമ്മൾ ഇടുകയാണ്. നോക്കിയോ, കൊത്ത് വന്നിട്ടുണ്ട്. കൊത്തോടെ ഓരോരുത്തരത്തോണ്ട് പോകുന്നുണ്ട്. ഉരുകൊണ്ട് പോയോ? ഉരുകൊണ്ട് പോകാൻ ഇര ഒരു ഇരയുടെ സൈഡാണ് കടിച്ചത്. അവൻ ഇവിടെ മാട്ടെ, ഒന്നുകൂടെ വെച്ച് നോക്കി അടുത്ത് പോവാം. ഒന്നുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കും. കൊത്തുണ്ട്. ഓ പോയി വലിച്ചോണ്ട് ഒറ്റ പോയി. അവന് വിടുന്നില്ലാണ്ടേ. അവന് നമുക്ക് അങ്ങനെ നൈസായിട്ട് കിട്ടാം. നൈസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നമ്മൾ തൂക്കി കഴിഞ്ഞാൽ അവിടെ വന്ന് തട്ടുന്നുണ്ട്. ചെറുതായിട്ട് കൊത്തി ഊരാൻ നോക്കും കേട്ടോ. മാക്സിമം അവനെ നമുക്ക് കളിപ്പിച്ചെടുക്കണം. ഇത് ഒരു മീനായിട്ട് കിടന്നാൽ വലിയ പാട്. 2-3 മീനുകളുണ്ടെങ്കിൽ ഇവന്മാർ മത്സരിച്ച് കുത്തും. അപ്പോൾ നമുക്ക് പിടിക്കാൻ എളുപ്പമുണ്ട്. എരയും പോയി, അതിന് പകരം ഒരു ഈർക്കലും എടുത്ത് വെച്ചത്. അയ്യോ എന്തൊരു വേറെ കിടന്നു. ഞാൻ ഇവിടെ കുറച്ച് മാനം തന്നെയുള്ള ചാട്ടം കാണണം. കുറച്ച് ഇരുന്നെടുക്കടാ. കറക്റ്റ് കിട്ടണേ. കാണുന്നുണ്ടോ? കാണാൻ പറ്റുമോ? കാണാം. ചാടം നോക്കണം. ഭയങ്കര ചാടം നടക്കണം. ചാടി കാണാൻ തോന്നുന്നു. ചാടുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓ കുരുക്കുണ്ട്. എനിക്ക് ഒരു കുറുമ്പാട് ഞാൻ കിട്ടിയത്. അവിടെ കൂരുണ്ടല്ലേ? ഉപ്പർ സാധനം തന്നെ. കറുമുറാൻ. ഇവനോ കുറുമുറാൻ. കറുമുറാൻ പിടിക്കുമ്പോ ഓർത്തോണ
ഇതിൻ്റെ ഒരു കൊമ്പുണ്ട്. കൈ കയറിയ മോനെ വേറെ ലെവല. പൂരിയായി കൈതക്കോരയും കാണും കേട്ടോ. അപ്പൊ പൂരിൽ ഇറങ്ങാൻ സമയമായി കാണൂല്ലോ. കല്ലിൻ്റെ ഇടതിലാണ് പൂരികൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. സംഭവം നമ്മൾ സ്പോട്ടൊന്ന് മാറ്റി. ഇവിടെയും കുറുമ്പാട് തന്നെ രാജാവ്. സച്ചി ഇതിനെ ഇങ്ങോട്ട് അങ്ങനെ തരണേ. അങ്ങോട്ട് കഴിയോ? നൈസ് കുറുമ്പാട്. ഇത് വലിയ ചിപ്സ്. വലിയ ചിപ്സ്. ഇവരെ ഞങ്ങൾ ചിപ്സുകളാണ്. ചിപ്സായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിടിക്കുന്നതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ ഫ്രണ്ട്, ഞാൻ എടുത്ത് ഇതുണ്ട്. നല്ല അടിപൊളി സൈസ് കുറുമ്പാട്. സൈസ് എന്ന് പറഞ്ഞാൽ കീട് സാധനം. വിരിങ്ങിയത് പച്ചു ഇതിനെ നോക്കിക്കോണം. നല്ല ഉണ്ടോ? അത് വലിപ്പം കാണിച്ചു വിടണം. അതായത് കരിമീനായിരിക്കും. ഞാൻ ബക്കറ്റിൽ കിടക്കാൻ വയ്യ. കിട്ടിയില്ല. പക്ഷെ ഉണ്ട്, ആശനുണ്ട്. നമുക്ക് പൊക്കാം. എന്താ പറയുക, ഈ ഏര ചവഞ്ഞ് ഒത്തിരി നേരം നമ്മൾ ഈ ഏര അടിക്കുന്നു. നമുക്ക് വേറെ വെയിറ്റ് കട്ട് ചെയ്യണ്ട. മീൻ കിട്ടുമോ അച്ഛാമാരെ? ഇതേ ചെറുതായിട്ട് ഒരു ഇര എടുക്കുന്നു. ഇതേ നമ്മളിങ്ങനെ പൊരിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് പൊരുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതേ നമ്മളെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേ ആറ്റിലോട്ട് അങ്ങോട്ട് താത്ത് വെക്കുവാണ്. ഇപ്പം നമുക്ക് നോക്കാം ആരാ വന്ന് കൊത്തുന്നതെന്ന്. ഇവിടെ കൊത്തൊന്നും അടിച്ചു തുടങ്ങിയിട്ടില്ല. ഇത് നമ്മൾ ഈ ആവശ്യത്തിന് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുത്തം പോലും കൊത്തത്തില്ല. വീണ്ടും അടുത്ത കുറുമ്പാട്. ഇത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കല്ലിന് വേണ്ടി എന്താ അതേ ഏരാൻ ഒന്നുകൂടി വന്നേ. സെയിം സംഭവം. നമ്മൾ വേറെ ഏരയോ കാര്യങ്ങളോ ഒന്നും മാറ്റുന്നൊന്നുമില്ല. നമ്മൾ ഇപ്പം പിടിച്ച കുറുമ്പാടിൻ്റെ അതേ ഏരാൻ ഇടുവാണേ. അതാ നോക്കിയോ. ഓക്കെ, അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറുമ്പാട് പിടിക്കുമെന്നൊരു വിശ്വാസം. അവർ കുത്തു വന്നിട്ടുണ്ട്. അയ്യോ, കിട്ടിയില്ല. ഇര പോയി. നമുക്ക് ഈ ഇരയൊക്കെ കൊടുത്തിട്ടിടാം. വേണ്ട, വേറൊരു ആശാനെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു പരലിനെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ അപ്പരല്, പരല് പൂവാലിപ്പരൽ. ഇന്നലെ നേരത്താണ് അത്ര ഈ പരല് വെള്ളത്തിലൂടുന്നത് ആരൊക്കെ വഴി കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മീനായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ചാടിപ്പൂ. നോക്കിയോ, അടുത്തൊരു കലാപരിപാടിയാണ് കാണാൻ പോകുന്നത്. നമ്മളിതാ ചെറിയൊരു ഇര ഇട്ടുള്ളൂ. ഇത് നമ്മൾ അങ്ങോട്ട് ഇടുന്നു. കൊത്തെങ്ങനെ നോക്കാം. നല്ല പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പൊട്ട് നല്ല കൊത്താൻ തോന്നി. ജസ്റ്റ് ഇര പോയിട്ടില്ല കേട്ടോ. ലുക്ക് കണ്ടു കഴിഞ്ഞാണ്ടല്ലേ നമ്മൾ വിചാരിക്കും കരിമീനാണ്. പക്ഷെ പള്ളാത്തിയാണ്. ഇതിനൊന്ന് കാണിച്ചത് കണ്ടാ വിചാരിക്കും കരിമീനാണ്. ഇത്രയും വലിപ്പമുള്ള അടിപൊളി പള്ളാത്തി. അത് കാണിച്ചു കൊടുത്താൽ ആ ഒരു പിന്നെ ഗിരീഷ് പിടിച്ചേട്ടോ. അതിൻ്റെ ഒരു കളറൊന്ന് കാണിച്ചു കൊടുത്തേ. ഫോക്കസ് കാണിച്ചു. സൂപ്പർ കളറാട്ടോ.
അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ എളൂരുള്ള ഈ ഒരു സ്ഥലത്ത് എത്തുന്നത്. ഈ സ്ഥലം ഫുള്ളൊന്ന് കാണിച്ചു കൊടുത്ത് എന്ത് രസമാണ് നോക്കി. ഇവിടെ ഇഷ്ടംപോലെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് കാസ്റ്റ് ചെയ്യേണ്ട രീതിയിലൊക്കെ ഉള്ളതും എന്താ പറയുക ഫ്രോഗും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നമുക്കൊരു കയാക്കൊക്കെ മേടിക്കാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പറ്റും. ഇഷ്ടംപോലെ പോത്തുകളെയൊക്കെ സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് കുറച്ച് പള്ളാത്തിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല. വീട്ടിൽ പോയി ഈ പള്ളാത്തിയെ വറുത്തതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിയ പള്ളാത്തിലെ ഞാൻ കാണിച്ചു തരാൻ കണ്ടോ. അത്യാവശ്യം കുറച്ച് പള്ളാത്തിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഗൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട്. അപ്പം ദേ നമ്മൾ പിടിച്ച മീനുകളെ കണ്ടോ. നല്ല അടിപൊളി. ഇതാണ് ചാടി താഴെ പോയി. അതാണ് നമ്മൾ പിടിച്ച് നമ്മുടെ പള്ളാത്തിക്കുട്ടന്മാർ കണ്ടോ. അതാണ് ചാട്ടം കൂട്ടുന്നത്. ഇത്രയും വളർത്തോളൂ കേട്ടോ. നല്ല പേസാണ്. തോനെ കേട്ടോ. ഒത്തിരി കേട്ടോ അടിപൊളിയാണ്. അപ്പം ഗായ്സ് ദേ നമ്മുടെ പിടയ്ക്കുന്ന നമ്മുടെ എന്താ പറയുക പള്ളാത്തിക്കുട്ടന്മാരാണ്. അപ്പോൾ ഇവന്മാരെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡെഡാവും. അപ്പോൾ അതിനുശേഷം ഇവന്മാരെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ ദാ വരുന്നു. ഇനി അങ്ങനെ നമ്മുടെ പള്ളാത്തിക്കുട്ടന്മാരെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇനി ഇവനെ ഉപ്പിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി മസാലയും കൂടെ പുരട്ടിയിട്ട് ദാ വരുന്നു. മീനൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള അത്യാവശ്യമുള്ള മുളകുപൊടി എടുത്തു. ഈ ശകലം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ശകലം നമ്മുടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. അത് കുരു വീണിട്ടുണ്ട്. ആ കുരു ഇനി എടുത്തിടണം കേട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ട് നാരങ്ങ ചൂടായിട്ട് പിഴിഞ്ഞൊഴിക്കണം. നമ്മൾ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് നല്ല അടിപൊളി അവനെ ഒന്ന് ഇളക്കി എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിങ്ങനെ ആ നാരങ്ങയുടെ ഫ്ലേവറുകളൊക്കെ ആകുമ്പോഴത്തേക്ക് വേറെ ലെവൽ ടേസ്റ്റ് കണ്ടാ. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല പിടിക്കാൻ നമുക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. ഇവനിങ്ങനെ ഒരു 5-10 മിനിറ്റ് 5 മിനിറ്റ് തന്നാൽ മതി. 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നാരങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു പിടിക്കട്ടെ. ഇതേമാതിരി ഇത് നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ ഇവിടെ നിന്ന് സെറ്റായി കൊണ്ട് നല്ല റിസൾട്ട് കാണാൻ നമ്മൾ പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണ ഒഴിച്ച് ചൂടായി വരണം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ കറിവേപ്പിലാണ് പൊട്ടിയിട്ടുണ്ട്. പടപടാ പൊട്ടുന്നു. പട്ടപ്പയെന്നാണ് പൊട്ട്. അടുത്ത കളയാനിട്ടുണ്ട്. നല്ല രസമാണ്. കയ്യിലൊക്കെ ഇങ്ങനെ വീണോട് പ്രത്യേക ഫീല്. ഓക്കെ. ഏറ്റവും കൂടുതലും പാചകം ചെയ്യാൻ നമ്മൾ മീനോടൊക്കെ ഭയങ്കര വളരെ വൃത്തിയായിട്ട് പാചകം. ഇത്രയും തീ വേണ്ട അമ്മ. അല്ലെങ്കിൽ നൈസ് മീൻ അരിഞ്ഞു. ഇനി നമുക്കത് നമ്മുടെ മീനുകളെ ചിപ്സ് വറക്കിയതാണ് കൊണ്ട് വറക്കിയിടുന്നത്. അല്ല നൈസ് പരിപാടി. വളരെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു ഇനത്തിൽപ്പെട്ട മീനാണ് കേട്ടോ ഈ പള്ളാത്തി എന്ന് പറയും, കുറുമ്പാടെന്ന് പറയും. പല സ്ഥലങ്ങളിലും പല പേരിലൊക്കെയാണ് ആശാൻ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണെന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. പറ്റുമെങ്കിൽ ആ നാടിൻ്റെ പേരും കൂടെ കമന്റ് ചെയ്യണം. ഉടനെ എണ്ണ ഇല്ലെന്ന് എന്നെ വന്നോളൂ. ഇങ്ങനെ നിങ്ങളെന്ത് വായൊന്നും ഉണ്ടായിരിക്കും. എന്തിനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഈ മസാലയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഓക്കെ. ഞാൻ അവിടെ കിടന്ന് പൊരിയല്ലേ. നമ്മുടെ പള്ളാത്തിക്കുട്ടന്മാർ ഒരു സൈഡെല്ലാം മൊരിഞ്ഞു. നമ്മൾ തിരിച്ചിട്ടേക്കും കേട്ടോ. ഈ സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടി ഇവിടെ അവസാനിക്കും. അതിനുശേഷം ഉച്ചത്തെ വിഭവങ്ങളുമായി ഒരു നല്ല ഊണം. അതാണ് നമ്മുടെ ക്ലൈമാക്സ് രംഗം. അപ്പോൾ ഗായ്സ് ദേ നമ്മുടെ ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം റെഡിയായി. നമ്മുടെ പച്ചമോരുണ്ട്. ഈ നമ്മുടെ കുറുമ്പാട് മീൻസ് പള്ളാത്തിയെ വറുത്തതുണ്ട്. പിന്നെ നമ്മുടെ തേറുണ്ട്, കാ തോരനുണ്ട്, കപ്പയുണ്ട്, മീൻ ചമ്മന്തിപ്പൊടിയുണ്ട്, മാങ്ങയുണ്ട്, സാമ്പാറുണ്ട്. ആദ്യം ദേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല നമ്മുടെ ചീനിയാണ് നല്ല അടിപൊളിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇവിടെ മീൻ കറിയോടെ കൊണ്ട് നോക്കണം. എന്നിട്ടാണേ ഇനി നമ്മളെ സ്പെഷ്യൽ സാധനം, അതായത് ഞാൻ പറയില്ലേ ചിപ്സ് പോലെ ഇരിക്കും. ഇത് പച്ചമുളകും കഴിക്കണം. പിന്നെ നമ്മൾ ചോറും കൂടെ ഇളക്കണം. ശകല ചമ്മന്തിപ്പൊടി കണ്ട നമ്മുടെ ഇളക്കി ഇച്ചിരി മാങ്ങയുടെ അച്ചാറ് വിരലുകളിലൊന്ന് പറ്റിക്കണം.
എന്നിട്ട് ഈ ചക്കി അങ്ങ് മാറ്റണം. ചക്കിക്ക് മീൻ കഴിയുമ്പോൾ ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് ഒരു രക്ഷയില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളാത്തി. അപ്പം മച്ചാന്മാരെ ചോറെല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് ഒരു നല്ല ഉറക്കം. ഇപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അലൈബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. അപ്പം വയറൊക്കെ നല്ല ഫുള്ള് നിറഞ്ഞു. ഇനി ഒരു 10-15 മിനിറ്റ് നല്ല ഉറക്കം. അപ്പോൾ എല്ലാവർക്കും ബായ്.